ഹായ് വരുൺ, ഇന്ന് നമുക്കൊരു ചെറിയ കഥ പറയാം. ഒരു രാജ്യത്ത് ഒരു രാജാവിന് ആസ്ഥാന മല്ലന്മാരായി 9 മല്ലന്മാര് ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ മല്ലന്മാർക്കും താനാണ് വലിയവനെന്ന ചിന്ത വളരെ കൂടിക്കൊണ്ടിരുന്നു. രാജാവ് ഇങ്ങനെ പോയാൽ ഒരിക്കലും ഒരു യുദ്ധത്തിലും വിജയിക്കില്ല എന്ന് കണ്ടപ്പോൾ രാജാവിന് തന്നെ തോന്നി ഇവരെ ഒന്ന് തിരുത്തണമെന്ന്. അങ്ങനെ പല വഴികളും രാജാവ് ആലോചിച്ചു. അങ്ങനെ ഓരോ ദിവസം രാജാവ് ഒരു മല്ലനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ നിന്റെ വിജയം ഇഷ്ടമില്ലാത്തതും നിന്റെ നാശം കാണാനിരിക്കുന്നതുമായ ഒരാള് ഉണ്ട്. അതാരാണെന്ന് മല്ലൻ ചോദിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു, അത് ഞാൻ പറയാം, എന്തായാലും അടുത്ത ഞായറാഴ്ചയാവുമ്പോൾ അതുവരെ നീ കാത്തിരിക്കുക, ആ മല്ലൻ ആരാണെന്ന് പറയാം. അങ്ങനെ ഓരോ മല്ലന്മാരെയും വിളിച്ചിട്ട് രാജാവ് ഈ കഥ തന്നെ പറഞ്ഞു. ഞാൻ ഓരോരുത്തരായി ആ ഒരു ദിവസത്തിനായി കാത്തിരുന്നു. അങ്ങനെ ആ ഞായറാഴ്ച വരവായി. ഞായറാഴ്ച ദിവസം ആദ്യത്തെ മല്ലൻ വന്ന് രാജാവിനോട് ചോദിച്ച്, അങ്ങ് പറയൂ, ആരാണ് എന്റെ നാശം കാണാൻ വേണ്ടി, അതായത് എന്റെ വിജയത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് പറയും, എനിക്ക് അവനെ കൊല്ലാൻ തിടുക്കമായി എന്ന് പറയും. അപ്പൊ രാജാവ് ഒരു മുറിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറയും, അതിനകത്ത് ഒരു കസേരയുണ്ട്, ഞാൻ ആളുടെ പറയുന്നില്ല, നീ തന്നെ പോയി നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക എന്ന് പറയും. അങ്ങനെ ആ മല്ലൻ വളരെ ക്രോധത്തോടുകൂടി ആ റൂമിനകത്തേക്ക് കയറി. റൂമിനകത്തേക്ക് കയറിയപ്പോൾ ഒരു കസേര തിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആരാണെന്ന് അറിയാനുള്ള ആ ഒരു ദേഷ്യത്തിൽ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഒരു നിലക്കണ്ണാടിയാണ് ഉണ്ടായിരുന്നത്. ആ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ ആ മല്ലന് മനസ്സിലായി, തന്റെ വളർച്ചയ്ക്ക് വിപരീതമായി നിൽക്കുന്ന, തന്റെ ആ വളർച്ചയിൽ സഹായമാകാതെ വരുന്ന ആ ആളാരാണെന്ന് ആ മല്ലന് മനസ്സിലായി. നമ്മൾ ഓരോരുത്തരും ഇനി ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് വിപരീതമായി നിൽക്കുന്ന ആളാരാണ്. താങ്ക് യു.